ഹലോ ഗൈസ്, അനിമെന്റർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1187ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള RC സ്പിരിറ്റ് 1299 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരു വലിയ സന്തോഷമുണ്ട് ബ്രോ. അതേപോലെ തന്നെ തന്ന ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജിഷിൻ ചന്ദ് 8834 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ നന്ദിയുണ്ട് ജിഷിൻ ബ്രോ ഇങ്ങനെ സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്നതിന്. ഇവരോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വൺ പീസ് വീഡിയോയും സ്ഥിരമായിട്ട് ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്തും അതേപോലെ തന്നെ എല്ലാ വീഡിയോസിനും സ്ഥിരമായിട്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മളിപ്പോൾ 11K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടർന്നും വേണം. ഒരുപാട് നല്ല വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ അതെന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു വലിയ നന്ദി എല്ലാവരോടും പറയുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. സോ ഇനി ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ കവർ ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൻസ്മോക്ക് റൈജു, അതായത് സാഞ്ചിയുടെ ചേച്ചി, കുറെ പന്ന താറാവുകളിൽ നിന്ന് ഒരു കുട്ടി താറാവിനെ ഇങ്ങനെ രക്ഷിച്ചു പിടിച്ചിരിക്കുകയാണ്. അവൾ ആ പന്ന താറാവുകളെ വഴക്കും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ ആ രക്ഷിച്ചു പിടിച്ചിരിക്കുന്ന കുട്ടി താറാവിന് സാഞ്ചിയുടെ രൂപസാദൃശ്യമാണുള്ളത്. മറ്റേ പന്ന താറാവുകൾക്കാണെങ്കിൽ വിൻസ്മോക്ക് ജഡ്ജ്, അതായത് സാഞ്ചിയുടെ അച്ഛൻ്റെയും മറ്റ് ബ്രദേഴ്സിൻ്റെയും ലുക്കാണുള്ളത്. അപ്പോൾ ഇതാണ് എ താറാവ് വേർഷൻ ഓഫ് സാഞ്ചിയുടെ ബാക്ക് സ്റ്റോറി. ഇപ്പോൾ എൽബാഫിന്ന് ഇറങ്ങി പോടാന്നും പറഞ്ഞുകൊണ്ട് ഇമുവിന് ലൂഫി നല്ലൊരു പഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതൊക്കെ കണ്ടിട്ട് ലോക്കി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരൊറ്റ ഇടിയിൽ ലൂഫി ഇമുവിനെ പറത്തി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹാക്കിയുടെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഫ്ലെയിംസ് ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ആ തെറിച്ചു പോകുന്ന ഇമു എയറിൽ വെച്ച് തന്നെ 2 ഒമൻ ഫ്ലെയിംസ് സമ്മൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഇമു സമ്മൺ ചെയ്ത കൂട്ടുള്ള ഫ്ലെയിംസ് അല്ല, ഇങ്ങനെ സ്മൈലി ഫേസ് ഉള്ള 2 എണ്ണം. എന്തായാലും ആദ്യം പോയി ഇമു ഇവർക്ക് നേരെ വിടുന്നുണ്ട്. എന്നിട്ട് ഇമു ഒരിടത്ത് പോയി ക്രാഷ് ആവുന്നു. ലോക്കി ഇപ്പോൾ കുറെ നേരമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണല്ലോ. അവനിപ്പോൾ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അവൻ ലൂഫിയോട് പറയുന്നുണ്ട്, നീ അവന് കൊടുത്ത ആ ഇടി കിടിലമായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും നേരം അവനോട് ഫൈറ്റ് ചെയ്ത് അവനെ ടയേർഡാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഇടി അവൻ അത്ര കേസിയത്. ലൂഫി ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട് ലോക്കി, ഇനി നീ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഇത് കേട്ടപ്പോഴത്തേക്ക് ലോക്കിക്ക് ആകെ കലിപ്പാവുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്നോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നോ? നീ ആരോട് എവിടെ വന്നാണ് സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധ്യം ഉണ്ടോടാ ചെക്ക? ഇപ്പോൾ ഇമു വിട്ട ആ 2 ബ്ലാക്ക് ഫ്ലെയിംസ് ലോക്കിയുടെ ലൂഫിയുടെയും ദേഹത്ത് വന്നിങ്ങനെ അറ്റാച്ച് ആവുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഇതെന്ത് പുല്ലെന്നിങ്ങനെ ആലോചിച്ച് ഞെട്ടുന്നുണ്ട്. ലോക്കി ആണെങ്കിലും അവിടെ ലൂഫിയായിട്ട് വഴക്കിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അവനും പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഞെട്ടുന്നു. ഇപ്പോൾ ആ ഫ്ലെയിംസ് ഇങ്ങനെ ദേഹത്ത് പടരുന്ന കണ്ടിട്ട് ലൂഫി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ഇതിന് ചൂടൊന്നും ഇല്ലല്ലോ, പക്ഷെ ചെറിയൊരു വേദനയുണ്ട്. ഇതെന്താണെന്നാലും ഈ കറുത്ത ഫ്ലെയിംസ്? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇടികൊണ്ട് വീണ ഇമു തിരിച്ചിവർക്ക് നേരെ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന ഇമുവിനെ ഇപ്പോഴാണ് ലൂഫി ഫേസ് ടു ഫേസ് കാണുന്നത്. ലൂഫി ഇപ്പൊ പറയുന്നുണ്ട്, ഓ ഇവനെ കണ്ടിട്ട് ഇവൻ നല്ല ക്രീപ്പി ആണല്ലോ. ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇമു ആണെങ്കിൽ കൈകൊണ്ട് അടുത്ത ഫ്ലെയിം ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ലോക്കിയുടെ ദേഹത്ത് അറ്റാച്ച് ആയിരിക്കുന്ന ഫ്ലെയിംസ് പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു ഫ്ലെയിം ഇപ്പൊ പറയുന്നുണ്ട്, മാസ്റ്റർ നമ്മളോട് ഇവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് പോകാനാ പറയുന്നത്. മറ്റേ ഫ്ലെയിം ഇപ്പം ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ മാസ്റ്റർ മുമ്പ് ഇവന്റെ ദേഹത്തൂടെ വാള് കുത്തിയിറക്കിയ സ്പോട്ടല്ലേ, വാ എന്നാ നമുക്ക് അങ്ങോട്ട് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഫ്ലെയിംസ് രണ്ടും ലോക്കിയുടെ നെഞ്ച് ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ലോക്കി ഇപ്പോൾ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇതെന്ത് പണ്ടാരമാണ്, കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്നു കയറുകയാണല്ലോ. ഇമു ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആ ഫ്ലെയിം ലോക്കിക്ക് നേരെ എയിം ചെയ്തിട്ട് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റിഗ്മ എന്ന് പറഞ്ഞൊരു നെയിംഡ് അറ്റാക്കാണ് ഇമു ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് ഇവിടെ ഡീമൺ സോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലൂഫി ഈ അറ്റാക്ക് വരുന്നത് കാണുമ്പോഴേ ചാടി ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ ലോക്കിയുടെ നെഞ്ചത്തേക്ക് പോയ ആ ടോക്കിംഗ് ഫ്ലെയിംസ് ഉണ്ടല്ലോ, അതിനെ ലക്ഷ്യമാക്കി ജസ്റ്റ് അതിൽ ചെന്ന് ഈ ഇമുവിന്റെ അറ്റാക്ക് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡീമൺ സോഡ് ലിറ്ററലി ഒരു വലിയ വാള് തന്നെ ലോക്കിയുടെ നെഞ്ചത്തൂടെ കുത്തി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ് ക്രൂ ഗുങ്കോയെ ആ ഐസിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാമി അവളുടെ ലൈറ്റനിങ് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും നോ രക്ഷ, ഐസിന് ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ജിംബെ പറയുന്നു. ഉസോപ്പ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതിനി ഐസ് തന്നെ അല്ലേ, ഇതിനി ഡയമണ്ട് വല്ലോ ആണോ എന്ന് ഫ്രാങ്കി ചോദിക്കുന്നുണ്ട്. ഡയമണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് നാമി ഒന്ന് അമ്പരക്കുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് ഐസ് ആണെങ്കിലും അല്ലെങ്കിലും അകത്ത് എയറൊന്നും കാണില്ലല്ലോ, സോ അത് ബുദ്ധിമുട്ടാവില്ലേ. പക്ഷേ ഇതിന് കുറച്ച് തണുപ്പുണ്ടെന്നാ തോന്നുന്നത്, എനിക്കതങ്ങോട്ട് ഉറപ്പിക്കാനും പറ്റുന്നില്ല എന്നിപ്പോൾ അതിൽ കൈ വെച്ചുകൊണ്ട് ബ്രൂക്ക് പറയുന്നുണ്ട്. ഇപ്പം ഇത് കേട്ടിട്ട് ഉസോപ്പൊക്കെ ആണെങ്കിലും അവിടെ നിന്നിട്ട് താൻ പൊട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാമി ആണെങ്കിലും വിളിച്ചു ചോദിക്കുന്നുണ്ട്, അതിന് തണുപ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നോ എൻ്റെ പൊന്ന് ബ്രൂക്കേ. ഇപ്പോൾ അടുത്ത പൊട്ടൻ ഫ്രാങ്കി വന്നിട്ട് അത് തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ബ്രൂക്ക് പറഞ്ഞത് ശരിയാ, എനിക്കും ഇത് തൊട്ട് നോക്കിയിട്ട് ഐസ് ആണോ അല്ലയോ എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല.
നാമി ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സമയത്തുള്ള യുവമാരുടെ പൊട്ടത്തരങ്ങൾ കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾ രണ്ട് മനുഷ്യന്മാരല്ലാത്തോണ്ടാടാ, ഒരുത്തൻ സ്കെൽട്ടൻ ഒരുത്തൻ സൈബോർഗ്, എന്നിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല പോലും. അതിന് ശരിക്കും നല്ല തണുപ്പുണ്ട്, ഐസ് കട്ട തന്നെയാ അത്. ഇപ്പോഴാണ് ഇവരുടെ നേർക്കൊരു സാധനം പാഞ്ഞു വരുന്നത്. അതായത് ഇമു അവിടുന്ന് ആ വാള് വെച്ച് കുത്തി തെറിപ്പിച്ചു വിട്ട ലോക്കി. അവനിപ്പോ ആ ഐസ് ബ്ലോക്കിൽ വന്ന് ക്രാഷ് ആയിരിക്കുകയാണ്. സ്ട്രോ ഹാർട്സ് ഒക്കെ ചാടി മാറുന്നുണ്ട്. ലൂഫി ഇപ്പൊ അവിടെ ഇങ്ങനെ എയറിൽ നിന്നിട്ട് ലോക്കി എന്ന് വിളിക്കുന്നുണ്ട്. നാമിയൊക്കെ ഇത് കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ഇപ്പൊ ലോക്കിയുടെ ഹാമറും മുകളിൽ നിന്ന് ഇങ്ങനെ പാഞ്ഞു താഴേക്ക് വരുന്നുണ്ട്. റാഗ്നർ ഇപ്പോൾ ആ ശബ്ദമൊക്കെ ഉണ്ടാക്കി വന്ന ഐസ് ബ്ലോക്കിൽ ഇടിച്ച് വീഴുകയാണ്. സ്ട്രോ ഹാർട്സ് ഇപ്പോൾ പറയുന്നുണ്ട്, എന്താ പറ്റിയത്, ഇവനെ അവർ തോപ്പിച്ചോ? ഇവന്റെ നെഞ്ചത്തുകൂടെ എന്തോ വാള് കുത്തി ഇറങ്ങിയ മുറിവുണ്ടല്ലോ. ലോക്കി ഇപ്പോൾ നെഞ്ചത്ത് ആ മുറിവൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. റാഗ്നർ ആണെങ്കിൽ ഇപ്പോൾ അണ്ണാന്റെ ഫോമിലേക്കായിട്ട് ലോക്കിക്ക് നേരെ ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ റാഗ്നർ വന്ന് തട്ടിയ ശേഷം ആ ഐസ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊരു ചാപ്റ്ററിൽ ലോക്കി പറഞ്ഞിരുന്നല്ലോ, റാഗ്നർ അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും ആ ഐസ് ഉരുക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ ഇത് കണ്ടിട്ട് സ്ട്രോ ഹാർട്സ് ഒക്കെ ഇങ്ങനെ അമ്പരക്കുന്നുണ്ട്. ബ്രൂക്ക് ആണെങ്കിലും പറയുന്നുണ്ട്, ഐസ് ഉരുകുകയാണെന്നാ തോന്നുന്നത്, പ്രിൻസസ് ഷുറി. ഇപ്പോൾ അടുത്തത് ലൂഫിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇമു വരുന്നുണ്ട്. ലൂഫിയുടെ ആ കോട്ടിന്റെ പുറത്തായിട്ട് ആ ടോക്കിംഗ് ഫ്ലെയിംസ് ഇങ്ങനെ ഉണ്ടല്ലോ. ഇമു ഇപ്പോൾ കൈ വെച്ചിട്ട് ലൂഫിക്ക് നേരെ ഇങ്ങനെ എയിം ചെയ്യുന്നു. ഇപ്പോൾ ലൂഫിയുടെ പുറത്തിട്ടിരിക്കുന്ന ആ കോട്ടിന്റെ മുകളിൽ കൂടെ ആ ടോക്കിംഗ് ഫ്ലെയിംസ് ഇങ്ങനെ കയറി വരികയാണ്. ലൂഫി ഇപ്പോൾ ഉടൻ തന്നെ ആ കോട്ട് വലിച്ചൂരി എറിയുന്നുണ്ട്. ഇമു അങ്ങോട്ടേക്ക് ആ സോഡും ഷൂട്ട് ചെയ്യുന്നു. ലൂഫി ഇപ്പോൾ അവിടുന്ന് ചാടി മാറുന്നുണ്ട്. സോ ഇപ്പോൾ ലൂഫി രക്ഷപ്പെട്ടത് കണ്ടിട്ട് ഇമു ഇങ്ങനെ ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. ഇനി നമ്മുടെ സോമേഴ്സ് ആ ഷിപ്പുമായിട്ട് കാത്തു നിൽക്കുന്ന പോർട്ടാണ് കാണിക്കുന്നത്. സോറോ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സോറോ സോമേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നീ എൽബാഫിലേക്ക് വന്ന 3 ചെകുത്താന്മാരിൽ ഒരുത്തനല്ലേ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇപ്പോൾ സോറോയെ കണ്ട സോമേഴ്സ് ചോദിക്കുന്നുണ്ട്, നീ ആ സ്ട്രോ ഹാറ്റ് ക്രൂവിലുള്ള ഒരുത്തനല്ലേ, നിന്നെ കുറച്ചു മുമ്പേ വെസ്റ്റേൺ വില്ലേജ് കണ്ടിരുന്നല്ലോ, എന്താടാ നിനക്ക് വേണ്ടേ? പൊന്നു മോനെ, ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാം, എത്രയും പെട്ടെന്ന് നീ ഇവിടെ വിട്ടോ, ഇല്ലെങ്കിൽ ദേഹത്ത് മണ്ണ് പറ്റും. സോറോ ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ നല്ല ചിൽ വൈബില് ഫുഡും മദ്യവും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു റീയൂണിയൻ പാർട്ടിയാണ് നീ നിന്റെ ആളുകളും കൂടെ കുളമാക്കിയത്. സോമേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ജസ്റ്റ് ഒരു 10-20 പീക്കിരി പിള്ളേരുടെ കാര്യമേ ഉള്ളൂ, അവരെ എൻ്റെ പാർട്ട്ണർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അവർ വന്ന ഉടനെ ഞങ്ങൾ ഇവിടെ വിട്ടോളാം, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. സോറോ ഇപ്പോൾ പറയുന്നുണ്ട്, ആഹാ അങ്ങനാണോ, ഹോ എന്തൊരു കോയിൻസിഡൻസ് ആണെന്ന് നോക്കണേ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഞങ്ങളുടെ ക്രൂവിലെ ഒരുത്തൻ വെസ്റ്റേൺ വില്ലേജിലേക്ക് വെച്ച് പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ നീ കുറച്ചു മുമ്പേ മെൻഷൻ ചെയ്ത നിന്റെ ആ പാർട്ട്ണർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഓഹോ അതെന്താ അങ്ങനെ? ചത്തവൻ എങ്ങനെ തിരിച്ചു വരാനാടാ, ആ നാറി വെസ്റ്റേൺ വില്ലേജ് വെച്ച് തീരും. സോമേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, അത് നിനക്ക് ഞങ്ങളെപ്പറ്റി ശരിക്കും അറിയാഞ്ഞിട്ടാടാ നാറി, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങളെ തീർക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോമേഴ്സ് ഇപ്പോൾ ആ മുള്ളുള്ള സോഡ് സോറോയ്ക്ക് നേരെ വീശുന്നുണ്ട്. സോറോ ഇപ്പോൾ അത് ആ വാളുകൾ വെച്ചിങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത് കാണാം. ഈ സോറോ സോമേഴ്സ് കോൺവെർസേഷൻ കിടിലമായിരുന്നു. കാര്യം സോറോയും സാഞ്ചിയും തമ്മിൽ നേരി കാണുമ്പോൾ കടിച്ചു കീറാൻ ചെല്ലുമെങ്കിലും സോറോയ്ക്ക് സാഞ്ചിയുടെ പവറിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിവിടെ കണ്ടത്. സോറോയ്ക്ക് അറിയാം ഗില്ലിംഗ്ഹാമിനെ സാഞ്ചി അവിടെ ഇട്ട് തീർക്കുമെന്ന്. സോ ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വന്നാൽ ഇനി നമ്മളെ കാണിക്കുന്നത് വെസ്റ്റേൺ വില്ലേജ് ആണ്. അവിടെ ആ സസ മോൺസ്റ്റർ വന്നതോടുകൂടി മഴ ഇടിച്ചു കുത്തി പെയ്യുകയാണ്. സസ കുട്ടികളെയും കയ്യിൽ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ആ വില്ലേജ് മൊത്തത്തിൽ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാഞ്ചി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിന്ന് ആ സിറ്റുവേഷൻ ശരിക്കും ഒന്ന് പഠിക്കുകയാണ്. അപ്പോൾ സിറ്റുവേഷൻ നമ്പർ 1, ഒരു വലിയ മോൺസ്റ്റർ, അതായത് ഇവിടുത്തെ ജയൻസിനേക്കാളും വലിപ്പമുള്ള ഒരു മോൺസ്റ്റർ ഇവിടുത്തെ കുറെ കുട്ടികളെ കടത്തിക്കൊണ്ട് എങ്ങോട്ടേക്കോ പോകാൻ തുടങ്ങുകയാണ്. ഈ പിള്ളേരെ സേവ് ചെയ്യേണ്ട ആവശ്യം എനിക്കെന്താ? ഒരാവശ്യമില്ല. സിറ്റുവേഷൻ നമ്പർ 2, പക്ഷേ ഈ കുട്ടികളുടെ അമ്മമാരിങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്നത് അതെനിക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഈ മോൺസ്റ്ററും ഒരു പെണ്ണാണല്ലോ, അവളെ ഞാൻ എങ്ങനെ കിക്ക് ചെയ്യും? അതേപോലെ തന്നെ എന്തൊക്കെ വന്നാലും ഈ എൽബാഫ് വാരിയേഴ്സ് ഈ കുട്ടികളെ വിട്ടുകൊടുക്കാൻ പോകുന്നേ ഇല്ല. ഇപ്പോൾ നമ്മുടെ റിപ്ലിയൊക്കെ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നത് കാണാം, എൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകരുതെന്നും പറഞ്ഞാൽ അവളൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. കോളോൺ ആണെങ്കിൽ ഇപ്പോൾ ആ സസയുടെ പിടിയിൽ കിടന്നിട്ട് ഇങ്ങനെ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. ഇപ്പോൾ സാഞ്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യും? സ്ത്രീകളുടെ കരച്ചിൽ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സസ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളോട് കയറി ഫൈറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒരു മടിയില്ലടാ, നീയാണ് ഇതിൻ്റെ എല്ലാ ആണിവേര്, ഇതിൻ്റെ എല്ലാ റിംഗ് ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കില്ലിംഗ്ഹാമിനെ സാഞ്ചി പോയി കിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാഞ്ചി ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ജയൻസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കാൻ പറ്റും, പക്ഷേ എൻ്റെ കണ്ണ് വെട്ടിച്ച് നിനക്ക് പോകാൻ പറ്റൂലടാ. കില്ലിംഗ്ഹാം ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, നീ അത്യാവശ്യം നല്ലൊരു ടഫ് കോമ്പറ്റീഷനാണ്, നിന്റെയൊക്കെ ഈ അഴിഞ്ഞാട്ടത്തിന് ഞാൻ ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുകൂടാന്ന് സാഞ്ചി പറയുന്നുണ്ട്. കില്ലിംഗ്ഹാം ഇപ്പോൾ പറയുന്നുണ്ട്, എടാ പൊട്ടാ, നീ ടഫാണെന്നാണ് ഞാൻ പറഞ്ഞത്. ടഫായിട്ടുള്ളവനും ഇമ്മോർട്ടൽ ആയിട്ടുള്ളവനും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതാദ്യം മനസ്സിലാക്ക്.
നിന്റെ ഐഡിയ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പവറും ഇല്ലാതാവും, ഈ റെയിൻ ഗോഡും ഇവിടെ നിന്ന് ഇല്ലാതാവും. പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. റെയിൻ ഗോഡ് സസയെ ഇവിടുന്ന് അങ്ങ് ഈസി ആയിട്ട് തുടച്ചു നീക്കാമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ടിപ്പോൾ കില്ലിംഗ്ഹാം റെയിൻ ഗോഡിന് കമാൻഡ് കൊടുക്കുന്നുണ്ട്, അതായത് കുട്ടികളെ കൊണ്ട് മുന്നോട്ട് പോകാൻ. സാഞ്ചി ഇപ്പോൾ കില്ലിംഗ്ഹാമിനോട് പറയുന്നുണ്ട്, നിന്റെയൊക്കെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. സോ ഇപ്പോൾ കില്ലിംഗ്ഹാം അവൻ്റെ കയ്യിലുള്ള ആയുധം പിടിച്ച് സാഞ്ചിക്ക് നേരെ ചെല്ലുന്നുണ്ട്. കൂടെ തന്നെ അവൻ പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ, നിനക്ക് ഞങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാമല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിവരമാണല്ലോ അത്. നിനക്ക് കോൺകുറേഴ്സ് ആക്കി ഉപയോഗിക്കാൻ പറ്റുമെന്നാണോ നീ അപ്പോൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ, വാടാ വന്നെന്നെ കൊല്ലാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കില്ലിംഗ്ഹാം ആ കയ്യിലിരിക്കുന്ന കുന്തം വെച്ചിട്ട് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സാഞ്ചി ഇപ്പോൾ തെറിച്ചൊരു വീടും ക്രാഷ് ചെയ്ത് പോയി വീണിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കിടക്കുമ്പോൾ സാഞ്ചി ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുകയാണ്. അതായത് കോൺകൊറേഴ്സ് ഹാക്കി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാതെ നിങ്ങളുടെ യോങ്കോ ലെവലിലുള്ള ക്യാപ്റ്റനെ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് സോറോയോട് ഗബാൻ ചോദിച്ച കാര്യം. ആ സമയത്ത് സാഞ്ചി ഗബാനോട് ചോദിച്ചിരുന്നല്ലോ, അതായത് എനിക്കും കോൺകൊറേഴ്സ് ഹാക്കി ഉണ്ടോ എന്ന്. ഗബാൻ അപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും നിനക്ക് കോൺകൊറേഴ്സ് ഹാക്കി യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ഇത് കേട്ടിട്ട് സാഞ്ചി ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗബാൻ അവനോട് തുടർന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ പവർ പുറത്തെടുക്കണമെങ്കിൽ നീ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ മതിപ്പോടെ നോക്കി കാണണം. അതായത് സാഞ്ചി സ്വയം വില കുറച്ച് കാണുന്നുണ്ട് എന്ന് ഗബാൻ പറയുന്നുണ്ട്. നിന്റെ ക്യാപ്റ്റനായുള്ള ലൂഫി കിങ് ഓഫ് ദ പൈറേറ്റ്സ് ആകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ ഒരു കിങ് ആയിട്ട് മാറണം എന്ന് സാഞ്ചിയോട് ഗബാൻ പറയുന്നു. സോ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ സാഞ്ചി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി വരുന്ന പാനല് കിഡിലിനൊരു പാനലാണ്. അതായത് ലൂഫി ഗിയർ 5 ഫോമിൽ ഇമുവിനെ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. കിങ് ഓഫ് ദ വേൾഡ് സെയിന്റ് നെറോണ ഇമു വേഴ്സസ് എംപറർ ഓഫ് സി മങ്കി ഡി ലൂഫി. നല്ല കട്ട സീരിയസ് ആയിട്ട് തന്നെയാണ് ലൂഫി നിൽക്കുന്നതും. ഇപ്പോൾ ഈ ഫോമിൽ ലൂഫിയെ കണ്ടിട്ട് ഇമു പറയുന്നുണ്ട്, അങ്ങനെ ഒടുവിൽ നീ എൻ്റെ മുന്നിൽ വന്നു അല്ലേ ജോയ് ബോയ്. ഇപ്പൊ ഇത് കേട്ട ആകെ കലിപ്പായിട്ട് ലൂഫി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ പേര് മാറ്റി വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ലൂഫി, പൈറേറ്റുകളുടെ അടുത്ത രാജാവാകാൻ പോകുന്നവൻ. അപ്പോൾ ഈ ഒരു എപ്പിക് ഫേസ് ഓഫിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച തന്നെ കിട്ടും. അതൊരു വലിയ സന്തോഷമാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്ക്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു കിടിലൻ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.